രാധേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഏകാദശി ദിവസം ഞാനൊരു വീഡിയോ കണ്ടതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. ഗുരുവായൂർ ഏകാദശി, ദശമി ഒക്കെ ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൽ ശിവേലി നടന്നപ്പോൾ ഭഗവാൻ സാധാരണ ഒരു ആനപ്പുറത്തും രണ്ട് ഭാഗത്തുമായി 3 ആനകളോട് കൂടിയിട്ടുള്ള ശിവേലിയാണ് ഗുരുവായൂരിൽ നടക്കുക. ഇപ്പം ഒരു ഹൈക്കോടതി നിയമം വന്നതനുസരിച്ച് ഭഗവാന് ഇന്ന് ഒരൊറ്റ ആനപ്പുറത്ത് മാത്രമുള്ള ശിവേലിയായിരുന്നു ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന് ഗുരുവായൂരപ്പന് ഒരുപാട് ആനകൾ സ്വന്തമായിട്ടുണ്ട്. ഭഗവാന്റെ സ്വത്തിൽ ഒരുപാട് ആനകളുള്ളതാണ്. അപ്പം ഒരൊറ്റ ആനപ്പുറത്ത് മാത്രം ഭഗവാൻ ശിവേലി പുറത്ത് വന്നപ്പോൾ എല്ലാവർക്കും സങ്കടമായി. ഓരോരുത്തർക്ക് കണ്ടപ്പോൾ സങ്കടമായി എന്നുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് ഗുരുവായൂർ അമ്പലം ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും പ്രശസ്തിയിലേക്ക് വന്നത്. നമ്മളൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് മുഴുവൻ കത്തി ചാമ്പലായി വെറും ചാരായി മാറുന്നൊരവസ്ഥയാണ്. പക്ഷെ ഗുരുവായൂരിൽ ഉണ്ടായത് തീ പിടിച്ച് അങ്ങാളിക്കത്തി അങ്ങ് ഉയരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അഗ്നി അങ്ങ് ഉയരത്തിലേക്ക് പോയി അത്രയും പ്രശസ്തമാവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ലീല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ചിലപ്പോൾ അതൊക്കെ തട്ടിമാറ്റിയെങ്കിൽ കളയും. അപ്പം നമ്മൾ വിചാരിക്കും, ഗുരുവായൂരപ്പ ഞാൻ എത്ര ആഗ്രഹിച്ച ഒരു കാര്യമാണ്, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. സത്യത്തിൽ ആ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം കിട്ടിയാൽ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വരുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഗുരുവായൂരപ്പൻ അതങ്ങ് തട്ടി മാറ്റിയിട്ടുണ്ടാവുക. അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? കുറേ കഴിഞ്ഞ്. നമുക്ക് പക്ഷെ തരിക ഗുരുവായൂരപ്പ അതിനേക്കാളും പ്രഷ്യസായ നമുക്ക് ആവശ്യമുള്ള വലിയൊരു ഗിഫ്റ്റായിരിക്കും ഭഗവാൻ തരുന്നുണ്ടാവുക. അപ്പം നമുക്ക് മനസ്സിലാവും, ഗുരുവായൂരപ്പ എന്തിനാണ് ആ ഒരു സംഗതി അന്ന് തട്ടി മാറ്റി എനിക്ക് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതെന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയൊരു ലീലയാണ്. ഗുരുവായൂരപ്പൻ തന്നെ കണ്ണിറുക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കാണിച്ചു തരും. അതുപോലെ തന്നെയായിരിക്കും ഗുരുവായൂരപ്പൻ്റെ ഈ ശിവേലിയും. ഈ ഒരു കാര്യം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആനപ്പുറത്തുള്ള ശിവേലി, ചിലപ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാം നിയന്ത്രിക്കുന്ന, എന്തിനാ നമ്മുടെ ഇങ്ങനെ കണ്ണ് ചിമ്മുന്ന ഈ ഒരു കാര്യം പോലും, ഈമ വെട്ടുന്നത് പോലും തീരുമാനിക്കുന്നതാരാ? ആ സാക്ഷാൽ ജഗദീശ്വരൻ. ആ ജഗദീശ്വരനായ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ തന്നെയായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കും ചിലപ്പം ഗുരുവായൂരമ്പലത്തിൻ്റെ വേറെ എന്തെങ്കിലും ഒരു വിധത്തിലുള്ള നല്ലൊരു കാര്യത്തിനാണെന്ന് നമുക്ക് ചിന്തിച്ചാലോ? എന്തും പോസിറ്റീവായിട്ടെടുക്കാം. നമുക്ക് കിട്ടാതെ പോയ മോശമായ കാര്യങ്ങളും നല്ലതിലേക്കുള്ള ഗുരുവായൂരപ്പൻ്റെ വഴികളാണ് എന്നുള്ളത്. ശരിക്കും പണ്ട് കാലത്തൊന്നും ഗുരുവായൂരിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല. അതായത് അന്നദാനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നടയിൽ ആരും നോക്കാനില്ലാത്ത അച്ഛനമ്മമാരൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട്. ഭജന ഇരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ചിലപ്പം വലിയ വലിയ പ്രശസ്തരായതും വലിയ കുടുംബത്തിലുള്ള ആൾക്കാരുള്ള ധനാഢ്യന്മാരൊക്കെ ആയി ജീവിച്ച ആൾക്കാരായിരിക്കും. ചിലപ്പം നോക്കാൻ ആരുമില്ലാതെ, ആരും സംരക്ഷിക്കാനില്ലാതെ മക്കൾ കൊണ്ട് തള്ളുന്ന കുറേ അമ്മമാരും അച്ഛന്മാരും അവിടെയുണ്ട്. പക്ഷെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വിഹിതത്തിൽ, അതായത് ആരും നോക്കാനില്ലാത്ത അനാഥ കുട്ടികളെ കൊണ്ടുപോയി തള്ളുമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. ഈ കുട്ടികൾക്കൊന്നും ശരിക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രസാദമോ ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും തൊട്ട് നാണയങ്ങളോ ഒക്കെയാണ് അവർ ഭക്ഷണത്തിന് ഉപയോഗിച്ചത്. അവിടെ അന്ന് മഞ്ചാടിക്കുരുട്ട് വെച്ച ആ ഇതിൽ നിന്ന് പൈസ കളവ് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ അവിടെയുള്ള അന്നത്തെ കാര്യസ്ഥൻ്റെ ചെവിയിൽ ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു. കാര്യസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നെല്ലും പതിരും ഒക്കെ വേർതിരിച്ച് വളരെ സത്യവും നീതിയും ധർമ്മവും ഒക്കെ നിർവഹിച്ച, ഇന്നത്തെ ദേവസ്വം ബോർഡൊന്നും ഉണ്ടായിരുന്ന കാലത്തെ കഥയല്ല ഞാനീ പറയുന്നത്, അത്രയും മുമ്പുള്ള കാര്യമാണ്. അയാൾ ശരിക്കും നീതി നടപ്പാക്കുന്ന, ഒന്നും തൻ്റെ മുമ്പിൽ വരുന്നത് അത് ആര് തന്നെയാണെങ്കിലും നീതിയാണ്, സത്യമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാര്യസ്ഥനായിരുന്നു. ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ ഇതിൽ നിന്ന് നാണയത്തുട്ടുകൾ എടുത്തു കൊണ്ടുപോകുന്നുണ്ടെന്ന്. പക്ഷേ ഇയാൾക്ക് തെളിവൊന്നും കിട്ടിയില്ല. ഒരു ദിവസം കുട്ടികൾ നാണയം എടുത്തുകൊണ്ട് പോയിട്ട് പഴം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇയാൾ പിടിക്കും.
നിങ്ങൾക്ക് എവിടുന്നാ കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ കുട്ടികൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയും, ഞങ്ങൾ ഈ മഞ്ചാടി കുരുവിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് നാണയത്തുട്ടുകൾ എടുക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് വിശപ്പുണ്ടാവുന്ന സമയത്ത്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും തരാത്ത സമയത്ത് മാത്രമേ ഞങ്ങൾ ഈ ഗുരുവായൂരപ്പൻ്റെ മോഷ്ടിക്കാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഒരു സംഗതി പോലും എടുക്കാറില്ല. പക്ഷേ ഇയാൾക്ക് ഇവർ സമ്മതിച്ചല്ലോ കാര്യം, അപ്പോൾ എന്തായാലും ഇതിനൊരു ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇയാളൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ, കൈ കെട്ടിയിട്ട് ഗുരുവായൂരമ്പലം ചുറ്റമ്പലത്തിൽ ഇങ്ങനെ നാലമ്പലത്തിൽ ഇങ്ങനെ ഓടണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ കൈ കെട്ടി ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വീണു പോവും. നമുക്ക് സാധാരണ ഓടുന്ന മാതിരിയല്ല കൈ കെട്ടി ഓടുക എന്ന് പറഞ്ഞാൽ, അതൊരു ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികൾ ശിക്ഷ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഉള്ളിലാണെങ്കിൽ പൂജ നടക്കുക ചെയ്യുന്നത്. അപ്പോൾ മേൽശാന്തി ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടികൾ ഓടിത്തുടങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറേ തവണ ഓടുകയും ചെയ്യണം, 21 തവണ ഓടുകയും ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി അധികമായ മാതിരി, ഒരു കറുത്ത് ഇരുണ്ട ഒരു കുട്ടി ഇവരുടെ കൂടെ ഓടുകയാണ്. ഓടുന്ന മാത്രമല്ല, ഈ കുട്ടി ഓടാൻ തുടങ്ങിയപ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടത്തിൻ്റെ സ്പീഡൊക്കെ അങ്ങ് കൂടി കുട്ടികളൊക്കെ പിന്നെ രസിച്ചങ്ങ് ഓടാൻ തുടങ്ങി. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവർ വിഷമത്തോടെ വീഴുകയോ എണീക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന കുട്ടികൾ പിന്നെ നല്ല രസിച്ച് കളിച്ച് ശരിക്കും ഒരു ശിക്ഷ, ഒരു സന്തോഷമായവരൊരു കളിയായ മാതിരിയായി. അപ്പോൾ ഈ സമയം ഉള്ളിൽ നിന്ന് പൂജ നടത്തുന്ന ശാന്തിക്കാരനെ നോക്കുമ്പോൾ ശരിക്കും ശാന്തിക്ക് മനസ്സിലാവുമല്ലോ, അമ്മേൻ്റെ സ്ഥാനമാണ്. അമ്മയുടെ സ്ഥാനത്തിരുന്ന് ഭഗവാനെ പൂജ ചെയ്യുമ്പോൾ ആ ചൈതന്യത്തെ ശരിക്കും അറിയുന്നത് ആ ഒരു ശാന്തിക്കാരനായിരിക്കും, ആ പൂജാരിക്കായിരിക്കും. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ചൈതന്യത്തിന് എന്തോ ക്ഷതം സംഭവിച്ച മാതിരി. അത് മാത്രമല്ല, ശരിക്കും ഭഗവാൻ അവിടെ ഇല്ലാത്ത സ്ഥിതി, ശരിക്കും ഭഗവാൻ ഇല്ല. അയാൾ പെട്ടെന്ന് തന്നെ എന്തോ പുറത്ത് സംഭവിക്കുന്ന രീതിയിൽ പൂജ പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ ഓടുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇയാളും പുറത്തേക്ക് ഓടി ഈ കുട്ടികളുടെ കൂടെ മേൽശാന്തി ഓടാൻ തുടങ്ങി. ഇയാളാണെങ്കിൽ വളരെ സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഓടട്ടെ. പിന്നെ അയാൾക്ക് തോന്നി, വയസ്സനായ ഒരു ശാന്തിക്കാരൻ, അയാൾ എന്ത് പിഴച്ച, അയാളൊന്നും ഇതാക്കിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓട്ടം നിർത്തി. അപ്പോൾ ഉള്ളിൽ നിന്ന് ശ്രീലകത്തുനിന്ന് ഒരു അശരീരി വന്നു. ഈ മഞ്ചാടിക്കുരുവിലെന്ന് പറഞ്ഞാൽ കടുകുമണികളുണ്ടാവും. നിങ്ങൾക്ക് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ചാടിക്കുരുവിൻ്റെ അകത്ത് ആ കടുകുമണികൾ കൂടി ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞു കുട്ടികൾ ഈ കടുകുമണി പിറക്കി കൊണ്ടുപോയതിനാണോ നിങ്ങൾ ഇത്രയും കുറ്റം ചാർത്തിയത്? അപ്പോൾ ഉള്ളിൽ നിന്ന് വേറെ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഈ കടുകുമണിക്കാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? ഇനി മുതൽ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടത്തണം. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശന്ന് ഇവിടേക്ക് വരുന്ന ആരും ഇനി വിശന്നിരിക്കാൻ പാടില്ല. എനിക്ക് നിവേദിക്കുന്നതിൽ എന്തെങ്കിലും ഒരു സാധനമെങ്കിലും അവർക്ക് കൊടുത്തിരിക്കണം എന്നും പറഞ്ഞ് ഉള്ളിൽ നിന്ന് ശ്രീലകത്തുനിന്ന് ഒരു അശരീരി ഉണ്ടായി. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും ഒരു രീതിയിൽ വന്ന് ഭഗവാനൊന്ന് സമാധാനിപ്പിച്ച്, അല്ലെങ്കിൽ സാക്ഷിയായി നിന്ന്. ഭഗവാൻ ഏറ്റവും വലിയ സാക്ഷിയാണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്, ഭഗവാൻ തന്ന ശിക്ഷയൊന്നുമല്ല. അപ്പോഴൊക്കെ ഭഗവാൻ വെറും സാക്ഷിയായി നിൽക്കാൻ. അപ്പോൾ സാക്ഷി പറയാൻ കൂടി ഭഗവാൻ വരുന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ്. അപ്പം ഈ മരപ്രഭു എന്ന് പറഞ്ഞപ്പോൾ അമരപ്രഭു എന്നാക്കിയ, അല്ല, ഞാൻ അമരപ്രഭു എന്ന് പറയേണ്ടടുത്ത് മരപ്രഭു എന്ന് പറഞ്ഞു പോയപ്പം അല്ല, മരപ്രഭുവും അമരപ്രഭുവും ഈ ഞാൻ തന്നെയാണ് എന്ന് അങ്ങ് വന്ന് അശരീരി പറഞ്ഞ ആ ഭഗവാൻ ശരിക്കും ഭക്തനെ രക്ഷിക്കാൻ പല പല വേഷങ്ങളിലും പല പല ഭാവങ്ങളിലും ആ ഗുരുവായൂരിൽ എല്ലാ സ്ഥലത്തും വിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ കീർത്തി ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ആടുന്ന ഒരു ലീലയായി മാത്രം കണ്ടാൽ മതി. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.